പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 12 ആമേൻ സ്തോത്രം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു, സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറയും. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തിയത്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചില്ലേ? അതിനായിട്ട് കർത്താവിന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് പ്രഭാതത്തിൽ ഉണരുമ്പോൾ എത്ര സന്തോഷത്തോടെ നന്ദി പറയണമെന്നറിയാമോ? കാരണം വീണ്ടും ഒരു പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അവ സന്തോഷത്തോടെ ഹല്ലേലൂയ കർത്താവേ, ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം, അതിശയമായി നടത്തുന്നതിന് സ്തോത്രം. ഈ പകൽ അങ്ങ് ഞങ്ങളെ കൈ പിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ സകല ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യഹോവ ഈരയായി ഈ പകൽ ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. യഹോവ നിസിയായി ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. ആമേൻ. നല്ലിടയനായി അങ്ങ് ഞങ്ങളെ അങ്ങയുടെ വഴികളിലൂടെ ഇന്ന് നടത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. എല്ലാവരും കരം ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സകല ജാതികളുമായുള്ളവരെ യഹോവയ്ക്ക് ഘോഷിപ്പീൻ എന്നല്ലേ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്ത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. 117 സങ്കീർത്തനം. അത് കരമുയർത്തി ഒന്നുകൾ പറ. എന്നോടുള്ള കർത്താവിൻ്റെ ദയ വലുതാകുന്നു. കരമുയർത്തി പറഞ്ഞേ. ആമേൻ. എൻ്റെ കുടുംബത്തോടുള്ള എൻ്റെ കർത്താവിൻ്റെ ദയ വലുതയാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ ദയ ഉള്ളതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദയക്കായിട്ട് ഞങ്ങൾ നന്ദി പറയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആമേൻ. അങ്ങയുടെ ബലമുള്ള കരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ സ്തോത്രം. ആമേൻ. ഇന്ന് ഞങ്ങളുടെ പിതാവിൻ്റെ ബലമുള്ള കരം തൻ്റെ മക്കൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീട്ടപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. പാരമ്പര്യ രോഗങ്ങൾ, ആമേൻ, പൈശാചിക ബന്ധനങ്ങളാൽ ഉണ്ടാകുന്ന രോഗശക്തികൾ എല്ലാം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. ആമേൻ. നിങ്ങളുടെ കൈ നിങ്ങളുടെ നെഞ്ചത്തോട്ട് വെച്ചിട്ട് എന്നോട് ചേർന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് രോഗശക്തികൾക്ക് എന്നിൽ സ്ഥാനമില്ല. രോഗശക്തികൾക്ക് എന്നിൽ കുടികൊള്ളാൻ സ്ഥാനമില്ല. യേശുവിൻ്റെ നാമത്തിൽ അനധികൃതമായി എൻ്റെ ഈ കൂടാരത്തിൽ വസിക്കുന്ന എല്ലാ രോഗത്തിൻ്റെ ശക്തികളും യേശുവിൻ നാമത്തിൽ പുറത്തു പോട്ടെ. യേശുവിൻ നാമത്തിൽ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. കർത്താവേ, ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും രോഗവിമുക്തരായതിനായി ആരോഗ്യമുള്ളവരായി തീർന്നതിന് സ്തോത്രം. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ജോലിയിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. ആമേൻ. ബിസിനസ്സിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ, ധന്യമായി തീരട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം അവരിലൂടെ മഹിമപ്പെടട്ടെ. ലോകവ്യാപകമായ ഒരു ഉണർവിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ അത്ഭുതമാക്കി ഇന്ന് പകൽക്കാലം കർത്താവ് നടത്തും. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. പ്രതിസന്ധികളിൽ തളർന്നു പോകരുത്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ജയകരമായി മുന്നേറുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. താഴോട്ട് 2-3 വാക്യങ്ങൾ വായിക്കാം. 1, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല.
ആമേൻ. കരമുയർത്തി പറ, അവൻ വിടുവിക്കും, അവൻ തിന്മ തൊടുവാൻ അനുവദിക്കത്തുമില്ല. സ്തോത്രം. അടുത്തത്, ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൻ്റെ വാളിൽ നിന്നും വിടുവിക്കും. വലിയൊരു ആമീൻ പറഞ്ഞാട്ട്. ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിൻ്റെ വെട്ടിൽ നിന്നും വിടുവിക്കും. നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും. നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും. കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അതിന് 24-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ കൂടാരം നിർഭയമെന്ന് നീ അറിയും, നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും, ഒന്നും കാണാതെ ഇരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഈ വാഗ്ദത്തങ്ങളിൽ അങ്ങ് വിശ്വസിക്കണം. ആമേൻ. ഇതുവരെ വന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ എന്നെ കർത്താവ് വിടുവിച്ചു. ഇനി ഒരു വിഷയം തൊടാൻ ദൈവം എന്നെ അനുവദിക്കത്തില്ല. 6 കഷ്ടങ്ങൾ, അതല്ലേ 19-ാമത്തെ വാക്യമായി, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. അവൻ അപ്പം കർത്താവ് വിടുവിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, പ്രതിസന്ധികളുടെ നടുവിൽ അത് നിന്നെ തൊടുവാൻ സമ്മതിക്കത്തില്ല. അതാ 91-ാം സങ്കീർത്തനം പറയുന്നത്, നിന്റെ വശത്ത് 1000 വീഴും, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, അത് നിന്നോട് അടുത്ത് വരികയില്ല. അത് നിന്നോട് അടുക്കുവാൻ സമ്മതിക്കാതെ നിന്നെ സൂക്ഷിപ്പാൻ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആമേൻ, പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്, അല്ലേ? പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള എക്കണോമിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, പലതരത്തിലുള്ള ആമേൻ സാമൂഹിക പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം തന്ന വാഗ്ദത്തങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിൻ്റെ വെട്ടിൽ നിന്നും വിടുവിക്കും. ആമേൻ, ആമേൻ. ലോകത്തിൽ ക്ഷാമം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, അതിനകത്തുനിന്ന് ദൈവം നമ്മളെ എന്ത് ചെയ്യും? വിടുവിക്കും. അതങ്ങോട്ട് വിശ്വസിച്ചേ. ഇന്ന് പ്രഭാതത്തിൽ അതങ്ങോട്ട് വിശ്വസിച്ച്, എൻ്റെ കർത്താവ് എന്നെ അതിനകത്തുനിന്ന് വിടുവിക്കും. എന്നാക്കെ പ്രതിസന്ധി വന്നാലും അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നാശം വരുമ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം കർത്താവ് പറഞ്ഞുകൊണ്ട്, നാശം നിന്നെ തൊടുകയില്ല. ആമേൻ. ഒരനർത്ഥം നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധ നിൻ്റെ കൂടാരത്തിൽ കയറുകയില്ല. നിൻ്റെ എല്ലാ വഴികളിലും കാപ്പാൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും, കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല. കാരണം എന്നാ? ഞാൻ സ്വർഗീയ സംരക്ഷണത്തിനകത്താണ്. സ്വർഗീയ കരുതൽ എനിക്കുണ്ട്, സ്വർഗീയ പരിപാലനം എനിക്കുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ആവശ്യങ്ങളെ സ്വർഗത്തിലെ ദൈവം മുന്നമേ അറിഞ്ഞ് അതിനനുസൃതമായി എനിക്ക് ആവശ്യമായത് എൻ്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. കാട്ടിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും. നിന്റെ കൂടാരം നിർഭയമെന്ന് നീ അറിയും, നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും, ഒന്നും കാണാതെ ഇരിക്കുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൊക്കെ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് ഈ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ആമേൻ, 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 എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവവചനം കേട്ടുകൊണ്ടേയിരിക്കണം. ഇങ്ങനെയുള്ള വചനങ്ങൾ കേൾക്കണം. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും അവരുത്. നമ്മൾ വാർത്തകൾ കേൾക്കുന്തോറും നമ്മുടെ മനസ്സ് ആമേൻ തളർന്നു പോകും, ഭയം വർദ്ധിച്ചു വരും. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശക്തിപ്പെടും, നമുക്ക് ഭയം മാറും, നമ്മുടെ വാക്കുകളിൽ വ്യത്യാസം വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവവചനം കേൾക്കണം, വാഗ്ദത്തങ്ങളെ കേൾക്കണം. വാഗ്ദത്തങ്ങളെ കേൾക്കുന്തോറും ഹല്ലേലൂയ, സ്തോത്രം, 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 നമ്മുടെ ഉള്ളിൽ ആമേൻ നമുക്ക് ഭയങ്കര ഉറപ്പ് കിട്ടാൻ തുടങ്ങും. മറിച്ച് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആശ്വസിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? വാർത്തകൾ കേട്ടാൽ സമാധാനിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ ആശ്രയിക്കണം. വചനം എന്തു പറഞ്ഞിരിക്കുന്നു അതിനകത്ത് വിശ്വസിക്കണം. അത് തന്നെ ഡിക്ലെയർ ചെയ്യണം. അത് തന്നെ ഏറ്റുപറഞ്ഞ് ജയകരമായി മുന്നോട്ട് പോവുക, അത്ഭുതകരമായി മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എല്ലാ പ്രതിസന്ധികളും മുട്ടുമടക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞേ, ബാലസിംഹം പോലെ നിർഭയമായിട്ടിരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരോടും ഒറ്റ ഉപദേശം, അവൻ ലോകത്തിലെ ഇൻഫർമേഷനുകൾ കുറയ്ക്കുക, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കൂടുതലായി കേൾക്കുക. നിങ്ങളുടെ വാഹനത്തിനകത്തിരുന്നുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങളെ കേൾക്കുക. ആമേൻ. കർത്താവ് എന്നെ രക്ഷിക്കും, കർത്താവ് എന്നെ സംരക്ഷിക്കും, ക്ഷാമകാലത്ത് കർത്താവ് എന്നെ വിടുവിക്കും, യുദ്ധത്തിൻ്റെ വാളിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആമേൻ നമുക്കൊരു ട്യൂണിങ് ഉണ്ടാകും. നമുക്ക് മനസ്സിലാവും, ഞാൻ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴില്ല. പകൽ പറക്കുന്ന അസ്ത്രം, രാത്രി സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരം, ഒന്നും എനിക്ക് പേടിപ്പാനില്ല. അപ്പോൾ നമ്മുടെ ഉറപ്പ് ദൈവവചനത്തിലൂടെ ആയിക്കഴിഞ്ഞാൽ അവൻ ഒന്നും നമ്മളെ തളർത്തത്തില്ല. അതുകൊണ്ട് ഇന്ന് രോഗമാണോ, ദൈവവചനത്തിൽ എന്ത് രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് തന്നെ കേൾക്കുക. അപ്പോഴും അവൻ ചിലപ്പോൾ റിപ്പോർട്ടുകൾ വീണ്ടും നമുക്ക് എതിരായിട്ട് വരാം. പക്ഷെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു സൗഖ്യം. അത് തന്നെ വിശ്വസിക്കുക, അത് തന്നെ ഡിക്ലെയർ ചെയ്യുക. അവൻ ഏത് വിഷയമാണെങ്കിലും
ദൈവവചനത്തെ വിശ്വസിക്കുക, അത് തന്നെ പറയുക, നിങ്ങൾ അത്ഭുതം കാണും. വചനത്തെ ആശ്രയിച്ച് ആരും ലജ്ജിച്ചു പോയിട്ടില്ല. വചനത്തിൽ ആശ്രയിക്കുന്നവൻ ആരും നിരാശപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ദൈവവചനത്തിൽ ട്രസ്റ്റ് ചെയ്യുക, വചനം തന്നെ കേൾക്കുക, വചനം തന്നെ പറയുക, വചനം തന്നെ വിശ്വസിച്ച് വായിൽ നീറ്റ് പറയുക. അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ, 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 ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.